it for the days. എടാ ഒരു ആംഗിൾ വരുമ്പോഴേക്കും സാധനം താഴെ പോകാം. ഇവിടെ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു ആംഗിൾ ഇടാതെ ഓക്കെയാണ്. എങ്ങനെ അടിച്ചിട്ട് അത് അറിയില്ല. Closer, but I know you're trouble. But I can say that I don't feel something. I know I'm walking down a path of sorrow, painting pictures of a fairy tale. I know it's not good for me, but you make it hard to speak. I'm losing, can't fight it, got nowhere to hide it. I'm falling in way too deep. I got something to say to you. I don't know what I feel, what is real, it's the game we play. Do it for I got something to say to you. I don't know what I feel, what is real, it's the game we play. Do it for I got something to say to you. I don't know what I feel, what is real, it's the game we play. Do it for I got something to say to you. I don't know what I feel, what is real, it's the game we play. Do it for the days. ഹേയ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എ ബിഗ് താങ്ക്സ്. എല്ലാ വീഡിയോസിലും പോലെ ഈ ട്രിപ്പിൻ്റെയും ഫുൾ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ. സോ ആക്ച്വലി ഇതൊരു 2 ഡേ ട്രിപ്പാണ്. യൂഷ്വലി പോകുന്ന മൂന്നാർ റൂട്ട് തന്നെയല്ല ഇത്. മൂന്നാറിൻ്റെ തിരക്കിൽ നിന്നും ട്രാഫിക് ബ്ലോക്കിൽ നിന്നും കുറച്ചും കൂടെ മാറി അധികം തിരക്കില്ലാത്ത റൂട്ടിലൂടെ പോകാൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയിൻലി ഈ ഒരു റൂട്ട്, അതായത് മാങ്കുളം ആനക്കുളം റൂട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. മൺസൂൺ സീസണിൽ പോകാൻ പറ്റിയ കിഡിലെ ഒരു പ്ലേസാണ് ഈ പറയുന്ന മാങ്കുളം ആനക്കുളം എന്ന് പറയുന്ന ഏരിയ. ആനക്കുളം എന്ന് പറയുന്നത് ആക്ച്വലി കാട്ടാനകൾ കുളത്തിൽ വന്ന് വെള്ളം കുടിക്കുന്നതാണ്. ആനക്കുളം എന്ന് പറയുന്ന ഏരിയ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. പോകുന്ന വഴിക്ക് മൺസൂൺ സീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും. അതിലെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ആക്ച്വലി പെരുമ്പൻകുത്താണ്. പെരുമ്പൻകുത്തിൻ്റെ ഏകദേശം അടുത്ത് വരെ നമുക്ക് ചെല്ലാൻ സാധിക്കും. പക്ഷേ മൺസൂൺ സീസണിൽ നല്ല രീതിയിലുള്ള വെള്ളമായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ അധികം റിസ്ക് എടുത്ത് അതിൻ്റെ അരികത്തോട്ട് ഒരുപാട് ചെല്ലാൻ ശ്രമിക്കരുത്. പക്ഷേ ആ ഒരു വെള്ളച്ചാട്ടം വളരെ മനോഹരമാണ് കാണാൻ. നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് എന്നെ ഒരു ലീച്ച് കടിച്ച ഒരു അട്ട കടിച്ച ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ ഫോട്ടോ ഷെയർ ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏരിയകളിൽ പ്രത്യേകിച്ച് മൺസൂൺ സീസണിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും മെയിൻലി നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു കാര്യമാണ്
അട്ട അല്ലെങ്കിൽ ലീച്ച് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ കാര്യം. സോ ഈ തണുപ്പുള്ള ഏരിയയിൽ എന്താണെങ്കിലും ഒരുപാട് ലീച്ചുകളുണ്ടാവും, ചെറുതും വലുതുമായ ഒരുപാട് ലീച്ചുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഉപ്പ്, സോൾട്ട് എപ്പോഴും കയ്യിൽ കരുതിയിരിക്കണം. ലീച്ച് കടിക്കുമ്പോഴത്തേക്കും ആക്ച്വലി നമ്മൾ ഒരിക്കലും ലീച്ചിനെ പറിച്ചെടുക്കാൻ പാടില്ല. അങ്ങനെ പറിച്ചെടുക്കുമ്പോഴത്തേക്കും ആക്ച്വലി അതിൻ്റെ പല്ല് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മെയിൻലി നമ്മൾ ഉപ്പ് അതിൻ്റെ മേത്തോട്ട് ഇടുന്നത്. ഉപ്പ് അതിൻ്റെ മേത്തോട്ട് ഇടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടു പോകുന്നുള്ളൂ. അതിനൊരിക്കലും പാനിക്കാവേണ്ട കാര്യമില്ല. അല്പം ബ്ലഡ് പോകുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഉപ്പ് കയ്യിൽ കരുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാവുന്നതാണ്. കാരണം മാങ്കുളം ആനക്കുളം ഏരിയയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നതും പറ്റാത്തതുമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. പക്ഷേ ഇറങ്ങാൻ പറ്റുന്ന വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ ലീച്ച്, അതായത് അട്ട ഉണ്ടാവും എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിൽ കരുതുക. ആക്ച്വലി ട്രിപ്പ് പ്ലാൻ ഇങ്ങനെയാണ്. നമ്മൾ ഒരു ദിവസം രാവിലെ, ഇൻ കേസ് സാറ്റർഡേ ആണെങ്കിൽ സാറ്റർഡേ രാവിലെ നമ്മൾ ആനക്കുളം മാങ്കുളം ഏരിയ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. തിരിച്ച് അടിമാലിയിൽ വന്ന് സ്റ്റേ ചെയ്തു. അടിമാലിയിൽ ജന്ന എന്ന് പറയുന്ന ജന്ന റെസിഡൻസി എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലാണ് ആക്ച്വലി ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അവിടെ തന്നെ ഫുഡും അവൈലബിൾ ആയിരുന്നു. സോ അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ സൺഡേ മോർണിംഗിലാണ് ആക്ച്വലി ഞങ്ങൾ വണ്ടർ വാലി അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയത്. വണ്ടർ വാലി അഡ്വഞ്ചർ പാർക്കിൽ ആക്ച്വലി നല്ല രീതിയിലുള്ള അഡ്വഞ്ചർ ഐറ്റംസ് ഉണ്ട്. മോർണിംഗിൽ നമ്മൾ കയറിയാൽ പോലും ഈവനിങ് ഏകദേശം ഒരു 4 അല്ലെങ്കിൽ ഒരു 5:30 വരെയൊക്കെ ആ വണ്ടർ വാലിയിൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനുണ്ട്. ആക്ച്വലി റൈഡേഴ്സിന് പോകാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഈ ആനക്കുളം മാങ്കുളം ഏരിയ എന്നൊക്കെ പറയുന്നത്. ഫാമിലിയായിട്ട് പോകാനാണെങ്കിലും കാർ പോലുള്ള വാഹനങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് ഈ ഏരിയയിലൊക്കെ എത്താൻ പറ്റും. എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഓഫ് റോഡ് വാഹനങ്ങൾ, എസ്പെഷ്യലി ജീപ്പ്, ബൊലേറോ പോലുള്ള വാഹനങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം ചില ഏരിയയിൽ ഓഫ് റോഡ് വാഹനങ്ങൾക്ക് മാത്രം കയറി പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. സോ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് യാത്ര പ്ലാൻ ചെയ്യുക. ഓക്കെ, ഈ ട്രിപ്പിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരും. അതുപോലെ തന്നെ ഈ ആനക്കുളം മാങ്കുളം ഏരിയയിൽ ഇതിനു മുമ്പ് പോയി എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും ദയവായി അവരുടെ എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യുക. സോ അത് മറ്റുള്ളവർക്കൊരു ഹെൽപ്പായിരിക്കും. ഞാൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി എറണാകുളത്ത് നിന്നാണ്. സോ എറണാകുളത്ത് നിന്നുള്ള ഡിസ്റ്റൻസാണ് ഞാൻ മിക്കപ്പോഴും എൻ്റെ വീഡിയോസിൽ മെൻഷൻ ചെയ്യാറ്. സോ കറക്റ്റായിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഗൂഗിൾ മാപ്പ് ഷെയർ ചെയ്യുന്നുണ്ട്. അത് വെച്ചൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇതൊരു 2-day ട്രിപ്പാണോ 3-day ട്രിപ്പാണോ എന്നുള്ളത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ്. സോ ഈ മൺസൂൺ സീസൺ വളരെ സേഫായി അടിച്ചു പൊളിക്കുക. ലീച്ച് കടിക്കാതെ മെയിനായിട്ട് ശ്രദ്ധിച്ചു കൊള്ളുക, കാരണം എല്ലായിടത്തും ലീച്ച് ഉണ്ടാവും. സോ എൻജോയ്.